ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അറ്റ്ലസ് ബോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്താ പറഞ്ഞു വെച്ചാൽ iOS ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്ന സെയിം ഫീച്ചേഴ്സ് നമുക്ക് ആൻഡ്രോയിഡിൽ കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ കുറച്ച് കാലം നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടാകുന്നില്ല, അപ്പോൾ അത് കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി പറ്റാച്ച എന്തായാലും വീഡിയോസ് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഈ യൂസിന് ആപ്പ് നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹോണിസ്റ്റ എന്നുള്ള ആപ്പാണ്. അതിൻ്റെ വെർഷൻ 7.2 ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്നുമില്ലെങ്കിൽ സെഡ് ആർച്ചീവർ അല്ലെങ്കിൽ ഫയൽ മാനേജർ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സെഡ് ആർച്ചീവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലിങ്ക് എടുക്കുന്നത് ടെലഗ്രാമിലാണ്. ആ ടെലഗ്രാമിൽ തന്നെ അതിൻ്റെ വീഡിയോ, അതായത് ലിങ്ക് അതിനെ ഓപ്പൺ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ലിങ്ക് എടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സെഡ് ആർച്ചീവിൽ കയറിയിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാൻ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിന് ശേഷം നമുക്ക് ആപ്പ് ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലോഗിനാണ്. ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്യാത്തവരാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ലോഗിൻ ചെയ്തിട്ട് കയറുക. അതിനുശേഷം നമുക്ക് മേലെ ഒരു മാജിക്കിൻ്റെ ഒരു സ്റ്റിക്കിൻ്റെ ചിഹ്നം കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഹോണിസ്റ്റ സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് അടിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും സെറ്റിങ്സ് ബാക്കപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ റീസ്റ്റോർ സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളൊരു മെറ്റീരിയൽ ഫയലും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫയലിൽ കയറാച്ചെങ്കിൽ ആ ബാക്കപ്പ് ഫയലിൻ്റെ ഒരു ഫയൽ മാനേജർ അതിലേക്ക് എടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതൊരു സിപ്പ് ഫയലായിട്ടാണ് കിട്ടുക. അപ്പോൾ നിങ്ങളത് അതിൽ തന്നെ എക്സ്ട്രാക്ട് ചെയ്താൽ മതി, പാസ്വേഡ് ഒന്നുമില്ല. ഓക്കെ, എന്നിട്ട് യെസ് കൊടുക്കാച്ചെങ്കിൽ ആ ഫയൽ അവിടെ ആഡ് ആവുന്നതാണ്. അതിന് ജസ്റ്റ് ഒന്ന് ആപ്പ് ഒന്ന് റീസെറ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും കയറുക. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വർക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വർക്ക് ആയതിനു ശേഷം വീണ്ടും നമുക്ക് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ആ സെറ്റിങ്സിൽ തന്നെ ഹോണിസ്റ്റേ സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ജസ്റ്റ് എടുക്കുക. അതിനുശേഷം തീം ആൻഡ് UI പറഞ്ഞൊരു ഓപ്ഷനാണ്. ജസ്റ്റ് അത് നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ അടിക്കുക വെച്ചെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും, ഇമോജി ടൈപ്പ് പറഞ്ഞിട്ട്. ജസ്റ്റ് അതിൽ എടുക്കുക. അതിന് ശേഷം ഫ്രം ലോക്കൽ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ തന്ന മെറ്റീരിയൽ ഫയലിൽ തന്നെ ഒരു ഫയലും കൂടി എടുക്കുന്നുണ്ട്. അതായത് iOS 16 ഇമോജീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഒന്നിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെഡ് ആർച്ചിൽ കയറിയിട്ട് എടുക്കാൻ, ഡൗൺലോഡ് ഡയറക്റ്റ് എടുക്കുന്നുണ്ടാവും, അങ്ങനെ എടുക്കാം. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്ത് ജസ്റ്റ് ഹോണിസ്റ്റ 7.2 പറഞ്ഞ മെറ്റീരിയൽ ഫയൽ. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്യാനാണ് ജസ്റ്റ് സിപ്പ് ഫയലാണ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൽ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അതാ ഈ ഫയലാണ്. ജസ്റ്റ് ഒന്നിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചിലപ്പോൾ വീണ്ടും ഒരു ആപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ കൊടുത്താൽ മതി. എല്ലാം ഫൈനലി പിന്നെ ലാസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ആഡ് സ്റ്റോറി ഫോണ്ട് പറഞ്ഞൊരു ഓപ്ഷൻ ജസ്റ്റ് അതേമാതിരി തന്നെ ഞാൻ അപ്പോൾ ചെയ്ത സ്റ്റെപ്പ് തന്നെ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് എടുത്തിട്ടുണ്ടോ ഇതേമാതിരി എടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ എടുക്കാണ്ട് ബെറ്റർ കുറവ്, കാരണം കുറച്ച് നമുക്കതിൽ ഫോണ്ടുകൾ കുറേയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ അതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക, എല്ലാം സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും. അല്ലെങ്കിൽ മേലെ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഓൾ സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഓൾ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റോറിയിലേക്ക് അത് ഓട്ടോമാറ്റിക് ഇൻസ്റ്റാഗ്രാമിലേക്ക് അത് സേവ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, അത് സേവ് ആയിട്ട് എടുക്കുന്നുണ്ടാവും. അതിനുശേഷം നമുക്ക് അടുത്തൊരു ഓപ്ഷൻ പറഞ്ഞാൽ ആപ്പ് ഫോൺ പറഞ്ഞൊരു ഓപ്ഷനാണ്. അത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ഫയലിൽ തന്നെ ഒരു സെമി ബോൾഡ് ആയിട്ടുള്ളൊരു ഫോണ്ട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇത് എടുക്കണം, സെമി ഫോണ്ട് പറഞ്ഞിട്ടൊരു ഫോണ്ട് ഉണ്ട്. അത് ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും കയറുക. കാരണം നമുക്ക് കുറച്ചുകൂടി ഫയൽ, അതായത് ഇനി നമുക്ക് ഇതിലല്ല, നമുക്ക് മെയിനായിട്ടുള്ളത് നമ്മുടെ സെറ്റിങ്സിലാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നുള്ളത് എങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ആപ്പ് എടുക്കുക. അതിന് ശേഷം പ്രൊഫൈൽ എടുത്തിട്ട് ആ 3 ലൈൻ കാണാണ്ടാവും നിങ്ങൾക്ക് മേലെ. ജസ്റ്റ് അത് ലോങ് പ്രസ് ചെയ്യണം കുറച്ച് നേരം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നമ്മുടെ പണ്ടത്തെ ഒരു ക്വിക്ക് എക്സ്പ്ലെയിൻ സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ഇവിടെ വരുന്നതാണ്. പിന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കണില്ല, ജസ്റ്റ് സൈഡിൽ ഞങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യണതിൻ്റെ അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതേമാതിരി ടെക്സ്റ്റ് ചെയ്യുക. പിന്നെ സെറ്റിങ്സൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കണം, ആരും എനേബിൾ ചെയ്ത് കൊടുക്കുക. 2-3 അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ ഒക്കെ മാറും. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ വീഡിയോയിൽ എങ്ങനെ എനേബിൾ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൽ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുക കൊണ്ടാണ്. ഓക്കെ, സൈഡിൽ കൊടുക്കുക ടെക്സ്റ്റ് ചെയ്യാൻ ഞാൻ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ ഗൈസ് നമുക്ക് ഏകദേശമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ സ്റ്റെപ്പാണിത്. നിങ്ങൾ കറക്റ്റ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചപ്പോൾ ചെയ്യാച്ചെങ്കിൽ സ്റ്റെപ്പുകളൊക്കെ കറക്റ്റായിട്ട് വരും. അതിനുശേഷം നമ്മുടെ ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിനി റിസൾട്ട് നോക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ റിസൾട്ട് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് iOS ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്ന ഫോണുകളൊക്കെ ഇതിൽ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വെച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഇമോജീസ് ഫസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടില്ല, ബട്ട് അതിലേക്ക് ആഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമോജീസ് അതിൽ വർക്ക് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും നോർമൽ ഇമോജീസ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഡൺ കൊടുക്കാച്ചെങ്കിൽ iOS ഇമോജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് മെൻഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കർവ്ഡ് എഡ്ജസ് വരുന്നത് ഒരു ഫീച്ചറാണത്. അപ്പോൾ ജസ്റ്റ് അതിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിലൊരു ഗുഡ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാൻ വെച്ചാൽ നമുക്ക് ആ മേലെ ടെക്സ്റ്റ് ഇല്ലേ, കറക്റ്റ് ഐഫോണിൻ്റെ ടെക്സ്റ്റാണ് അതിലേക്ക് വരുന്നത്. അത് നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണ്ട കളറൊക്കെ നമുക്ക് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യാച്ചെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിലെ കളറാവുന്നതാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പല കളർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ iOS ഇൻസ്റ്റാഗ്രാമിനെക്കാട്ടിയും കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ എൻഡിലായി നിങ്ങൾക്ക് ഇത് എഴുതി കാണിച്ചു തരാം. അപ്പോൾ അത് നോക്കുക വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ എടുക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ റിസ്കിൽ മാത്രം എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ ഒരു വീഡിയോ പർപ്പസിന് വേണ്ടി ചെയ്തത് മാത്രം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് വേണം, അത് 100% ഇത് സെക്യൂരിറ്റിയാണ് ഞാൻ പറയണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് ചെയ്യുക. അതിപ്പോൾ തന്നെ ഗ്രൂപ്പ് മെൻഷൻ ഒരു ഓപ്ഷൻ പുതിയതാണ്, അതും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കാൻ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതാണ്. അപ്പോൾ 1K ലൈക്കാണ് നമ്മൾ ടാർഗറ്റ്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.